ഹായ് എവരി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മൾ നാട്ടിലുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ചെറിയ ട്രിപ്പാണ്. ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ആക്റ്റീവ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഈ കുട്ടികളെ ചിൽഡ്രൻസ് പാർക്ക് പോലെ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ആരുമില്ല, എൻ്റെ കൂടെ വൈഫില്ല. വൈഫ് എൻ്റെ ഇറാനിലാണുള്ളത്. അപ്പോൾ നമ്മൾ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ഉമ്മ ഉണ്ട്. ബാക്കിയുള്ളത് നമുക്ക് വീഡിയോസിൽ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇതെൻ്റെ വീടാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടും അത് ബാക്കിലെ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ സ്ഥലമാണ്. ഇതാണ് വീട്ടിലെ ഫ്രണ്ട് സൈഡ്. ഞാൻ വീടിൻ്റെ എല്ലാം പിന്നെ കാണിച്ചു തരാം, വേറെ ദിവസം കാണിച്ചു തരാം. ഇത് ഞങ്ങൾ പോകുന്ന വണ്ടിയാണ്. ഞങ്ങൾ പോകുന്നത്, എൻ്റെ കൂടെ ഉമ്മ ഉണ്ട്, പിന്നെ ഒരാൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പ്ലാനിലേക്ക് എത്തി. അവിടത്തേക്ക് കയറുകയാണ്. അത് എൻട്രൻസാണ്, കയറുന്ന എൻട്രൻസാണിത്. നമ്മൾ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. പാർക്കിങ്ങിലെത്തിയിട്ട് നോക്കട്ടെ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെച്ചാൽ എന്താണ് പാർക്കിങ്. പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് അങ്ങനെ അതിൻ്റെ എൻട്രൻസിലേക്ക് കയറി പോവാണ്. അവരൊക്കെ അവിടെ മേളിൽ ഇറക്കിയിട്ട് ഞാൻ താഴെ പോയതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്നത് വഴി. ഇവിടെ ഉണ്ട് എല്ലാവരും, ടിക്കറ്റ് എടുക്കാൻ തോന്നും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ആക്റ്റീവ് പ്ലാനറ്റിൻ്റെ എൻട്രൻസാണിത്. കാണാം. ഓക്കെ, അവരിവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് എടുക്കേണ്ടത്. എങ്ങനെയാണ് ടിക്കറ്റിനല്ലോ? അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത്, പിന്നെ ടിക്കറ്റ് ഇങ്ങനെ ആയിരുന്നല്ലോ, ഇത് ഇരുന്നുണ്ടാ. ഇതാണ് ടിക്കറ്റ്, ആക്റ്റീവ് പ്ലാനറ്റിൻ്റെ ടിക്കറ്റാണിത്. അപ്പോൾ ഇതാണ് എൻട്രി. ഇതിൻ്റെ എൻട്രൻസ് ഇതാണ്. നമ്മൾ എൻട്രി ചെയ്യാണ് എല്ലാവരും. ഞങ്ങൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻട്രി ചെയ്ത ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേര് നമുക്കറിയില്ല. അതിലേതുണ്ട് ടക്കാട, പിന്നെ ബുൾഡോസർ പാർക്ക്. ഇവിടെയാണ് ബുൾഡോസർ പാർക്ക് വരുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം എൻട്രി ടിക്കറ്റ് എടുത്താലും പിന്നെ നമുക്ക് റൈഡ് അടിക്കണമെങ്കിൽ ഒരു 60 ദിർഹംസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ നിന്നാണ് ബുൾഡോസർ പാർക്ക് വരുന്നത്. കാണുന്നൊരു കുട്ടി കളിക്കുന്നുണ്ട് ബുൾഡോസറിനെ കൊണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ ഫാമിലി ഇവിടെ ഉണ്ട്. ഇപ്പം ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ഉമ്മാൻ്റെ അനിയത്തി, മക്കൾ എല്ലാവരും ഉണ്ട്. പറവ് JCB ഓടിക്കണം. JCB ഓടിക്കൂലേ? പറവ് JCB ഓടിക്കുന്നതാണ്. പറവിനെ JCBയിലേക്ക് കയറ്റാൻ പോവാണ് ഞങ്ങൾ. ഓടിക്കാൻ അറിയാൻ നോക്കട്ടെ, എന്നാൽ ലൈസൻസ് എടുക്കാമല്ലോ. ഇതാണ്
JCBൻ്റെ കയറുന്നുണ്ട്, അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചെക്കൻ കയറുകയാണ് JCB ഓടിക്കാൻ. JCBയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ സേഫ്റ്റി ഹെൽമെറ്റ് ഇല്ലേ, അതൊക്കെ ഇടുകയാണ്. പറവേ പേടിയുണ്ടാ? അങ്ങനെ പറവിന് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം, എങ്ങനെയാണ് മണ്ണ് കോരേണ്ടതെന്നൊക്കെ. മണ്ണ് അങ്ങനെ കോരിയിട്ട് പൊക്കണമെങ്കിൽ എങ്ങനെയാണ് ഞെക്കേണ്ടതെന്നുള്ളതും എല്ലാം അതിൻ്റെ പറഞ്ഞു കൊടുക്കണം. റൈറ്റ് ലെഫ്റ്റ് പോകണമെങ്കിൽ ഏതാ വേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആളെ റൈഡൊക്കെ കഴിഞ്ഞ് ഇത് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോവാണ്. പിന്നെ നീ അങ്ങോട്ട് പോകല. ഇത് കണ്ട ഒരു ഫ്ലവർ പോലെ ആക്കിയിട്ട് നല്ല രസമുണ്ട് ഇത് കാണാൻ, ഒരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ അവിടെ ബാഗൊക്കെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ സൂക്ഷിക്കാം. അവിടെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഗ്രോസറി ഷോപ്പ് പോലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്ന. പിന്നെ ഇത് കാറിൻ്റെ ഷോപ്പാണ്, ഇത് കാർ കളക്ഷനാണ്. ഇവിടെ ഇതാ കാറിൻ്റെ കുറേ കളക്ഷൻസ്, നമുക്ക് എന്ത് വേണേൽ മേടിക്കാം. പണ്ടില്ലേ, പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറുകളാണ് ഇങ്ങനത്തെ. ദുഃഖുന്നതാ ഇല്ലില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ. പിന്നെ അപ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പ്ലാനറ്റ് ഗ്രീൻ പ്ലാനറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡ്രസ്സ് ഉണ്ട്, അതുപോലെ കുറേ കീ ചെയിൻ ഐറ്റംസ്, അതുപോലെ സ്റ്റിക്കേഴ്സ്, മുടുക്കുടിക്കിൻ്റെ എല്ലാം ഉണ്ട്. നല്ല കാറ്റാണ്, പക്ഷേ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്തായതുകൊണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇവിടെ ചെറിയ കുട്ടികളെ ഇങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ്, ഇതിനൊന്നും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എൻട്രി പേയ്മെൻറ്റ് ചെയ്തിക്കല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നല്ല കാറ്റുണ്ട്, നല്ല കാലാവസ്ഥ. ഇന്ന് കുഴപ്പമില്ല, വെയിലുണ്ട്, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഇല്ല, പിന്നെ അതുപോലെ ഇവിടെ ഇവർ ചെയ്ത ഒരു ഐഡിയ ആണ് ഈ ഫാനിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ ഇവിടെ ജ്യൂസ് പ്ലാനറ്റ് നോക്കി പറഞ്ഞിട്ടൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചങ്ങായി ഫറുമോൻ കളിക്കുകയാണ്. ഇത് ഫ്രീ ആണ് കേട്ടോ, ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ. ഇതിന് നമ്മൾ പൈസ ഒന്നും വേറെ റേറ്റ് കൊടുക്കണ്ട. കുറേ ആക്ടിവിറ്റീസ് അങ്ങനെയുണ്ട് ഇവിടെ, ഫ്രീ എൻട്രി ഉണ്ട്. ഈ ഒരു സിസ്റ്റം അടിപൊളിയാണ്, നല്ല കാറ്റുണ്ട് അത്യാവശ്യം. അതിൽ കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, അതിനെ പറ്റിയിട്ട് നോക്കണം. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കയറുകയാണ്. ഇതൊക്കെ ഫ്രീ ആണ്, ഈ ആക്ടിവിറ്റീസൊക്കെ ഫ്രീ ആണ്.
ആ പിന്നെ വേറെ ഒരു ഫണ്ണായത് വേറെ ആക്ടിവിറ്റീസേ ആടാ അത് വെറും കിഡ്സ് പാർക്കില്ല പോയെ വേറെ കുറച്ച് ഫണ്ട്സും കൂടി ഉണ്ട് ഇവിടെ പിന്നെ കുറച്ച് ഫുഡിൻ്റെ ഫുഡ് കോർട്ട് ഉണ്ട് ഇവിടെ കുറച്ച് അപ്പോൾ ഇവിടെ അവർ അതിനുള്ള ഫുഡൊക്കെ ആക്കുന്നുണ്ട് ഫ്രൈ ചിക്കനും കാര്യങ്ങളൊക്കെ ഉള്ള സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഫ്രൈ ചിക്കനാ പിന്നെ വേറെ എന്താ ഉള്ളതെന്ന് അറിയില്ല നോക്കണം അപ്പോൾ നമ്മളവിടെ കൊടുക്കട്ടെ ഇത് ബില്ല് എന്നാലാണ് ഫുഡ് റെഡി ആക്കുള്ളൂ ഇവിടുന്ന് കഴിക്കുന്ന കേട്ടോ ഇവിടുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ നിങ്ങളത് പ്ലേറ്റിലല്ലല്ലോ ഇതിന് ആ അതുപോലെ സർവ് എത്ര ടൈം എടുക്കും ആ 20 minutes ആണ് പറഞ്ഞിരിക്കുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ 20 മിനിറ്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കഴിക്കുന്ന സ്ഥലമുണ്ട് വാ കമ്മ സെവനപ്പ് മേടിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നേ ഇതാ ലാസ്റ്റ് അവിടെ കുറച്ചും കാര്യമുണ്ടോ നമ്മൾ കാണും ഇവിടെ ഗ്ലാസ് ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് ഇതാണ് ഫുഡ് പിന്നെ ഫ്രൈഡ് ചിക്കൻ ആണിത് അതിനിവിടെ മയോണൈസ് കെച്ചപ്പ് ബണ്ണ് പിന്നെ ഒരു പെപ്സി 600 ml പെപ്സി ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ നല്ല ചൂടുള്ളത് 20 minutes വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് ഇന്ന് കമ്പാരിറ്റീവ്ലി തിരക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ നമ്മൾ ഒന്ന് താഴോട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ മുകളിലേക്ക് പോയാലും അവിടെ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ അവിടെ ഒരു പ്രെയർ റൂമുണ്ട് നിസ്കരിക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇവിടെ പിന്നെ ഫാമിലി ഫൺ പിന്നെ കുറച്ചും കൂടി തിരക്കായി ഇപ്പോൾ വെയിലൊന്നുമില്ല ശരി മഴയുടെ ചെറിയൊരു ഇതുണ്ട് കോളുണ്ട് അങ്ങനെ ആള് ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇതുവഴി തിരിഞ്ഞു വരും അത് വരുന്നുണ്ട് താഴെത്തി പിന്നെ ഡാൻസ് ചലഞ്ച് എന്നൊക്കെയാണ് കാണുന്നത് എന്തോ ഡാൻസ് പാട്ട് അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയാണ് നല്ല സെറ്റപ്പ് ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ആക്ടിവിറ്റി
നോക്കിയിട്ട് പോവാണ്. ഈ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിലുള്ളതുണ്ട്. ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പം ഉണ്ട്, ഉമ്മ ഉണ്ട്, ഉമ്മ നെയ്ത്തിൻ്റെ എല്ലാവരും ഉണ്ട്. ബാക്കിയെല്ലാം താഴേക്ക് ഇറങ്ങി. ഞാനും പോവാണ് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനും പോവാണ് ഗൈസ്. ക്യാമറൻ്റെ കൂടെ ഞാനും വരുന്നുണ്ടേ. ബാക്കിൽ ഞാനുണ്ടേ. നിക്കല്ലോ, നിക്കല്ല, പോട്ടെ. ആ ഓക്കെ, ഞാൻ പോയിട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഞാനും പോവാണ് ഗൈസ് ഇതിനുള്ളിൽ കൂടി. ക്യാമറ കൂടെ അവിടെയൊക്കെ നിന്ന് പോന്നു. ഞങ്ങൾ കുറച്ച് ടോപ്പിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് ഹൈറ്റുള്ള ഏരിയയിൽ. ഇവിടെ അത്ര ആൾക്കാരെ കാണുന്നില്ല. ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മൾ മേലിലേക്ക് പോയി നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വരാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് താഴെല്ലാം കാണാം, ആൾക്കാർ പോകുന്നത് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ എറിയാണ്. നമ്മളത്തെ ബെറ്റർ എല്ലാം വീണല്ലേ? ആ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അയ്യോ ഉണ്ടില്ല. ഒന്നും കൊണ്ട് ട്രൈ ചെയ്യാം. എന്നാലും ഒന്നാരെങ്കിലും ഇറങ്ങി നിങ്ങൾ. അറിയില്ല. ആ ഇതാരറിയുന്നേ? ആ ഞാൻ എറിഞ്ഞിട്ട് എല്ലാം വീണേ. നടുവിൽ തന്നെ നോക്കി പറഞ്ഞു. അതിനറിയണം. അതിൽ മുഴുവനും വീണായി. ആ ഈ മൂന്നെണ്ണയില്ല, ആ മൂന്നെണ്ണം വീണാൽ മതി. ആ മൂന്നെണ്ണം എറിഞ്ഞു കണ്ടിട്ട് നേരെ അതിന് നോക്കി അറിയിക്കും. അയ്യ സ്റ്റാറിന്. അങ്ങനെ കഴിഞ്ഞു. കിട്ടിയില്ല ഒന്നും. റിങ് 10 റിങ് വരും. 10 റിങ്ങിൽ 6 റിങ് മിനിമം ഈ ഇതിലേക്ക് ഇടണം. ശരിക്കറിയാമല്ലേ? സ്പീഡ് കൂട്ടണ്ട. മെല്ലെ. അവൻ രണ്ടെണ്ണം ഇട്ട്. ആ നിങ്ങളിട്ടോ അങ്ങനെ പിടിച്ചോ. ഓഫായില്ല. എത്രയായി? എത്ര ഇട്ട്? 3 ഞാൻ ഒന്ന് കിട്ടെ. നിങ്ങൾ ഇട്ടോളെ. 2 കൂടെ. 2 ഇട്ട്. എന്നാലും ആവില്ല, 5 ആവുള്ളൂ അല്ലേ? 3 ഇട്ട്. കിട്ടിയില്ല ഗൈസ്. इधर नहीं ना कैसे है? ठीक है अभी है. हेलो हाय ഹലോ അസ്സലാമു അലൈക്കും. മതി അതുകൊണ്ട്. ഇത് നമ്മളെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അന്യ സംസ്ഥാനത്തുള്ള ആളാണ് കേട്ടോ. ഓരിപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഓരോ ഈ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1 2 3 ഇട്ടുണ്ട്. പക്ഷേ എന്തായാലും അവരുടെ കൂട്ടുകാരൊക്കെയാണിത്. നല്ല രസമുണ്ട് ഇവിടെ. ഇതാണ് ഷോപ്പ്. പിന്നെ ഇവിടെ ഈ കറങ്ങണ ആക്ടിവിറ്റീസാണ് ഇതൊക്കെ.
ഇത് ഓപ്പൺ ആണോന്ന് അറിയില്ല. ഓപ്പൺ ആണ്. അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അതാണ് എൻട്രൻസ്. ഇതല്ല, ഇതൊക്കെ മുന്നൊക്കെ പോകുന്നത് ഇങ്ങനെ പോകുമ്പോൾ. ഇവിടെ വേറെ ഉണ്ട്. സ്കൂട്ടറുമ്പോൾ കയറി ഇരുന്നാൽ മതി. പിന്നെ ഇവിടെ ഉണ്ട് കുറച്ച് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ വേറെ ഒരു ആക്ടിവിറ്റീസിൽ പോവാണ്. ഈ സിപ്പ് ലൈൻ്റെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകാൻ നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഇനിയിപ്പം മുമ്പ് നമ്മൾ മേലോട്ട് ഇറങ്ങിയിട്ടായിരുന്നു പോയത്. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. സ്വിങ്സ്, ഊഞ്ഞാൽ, ഫുഡുണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഊഞ്ഞാൽ ഐറ്റംസാണ് കൂടുതൽ ഇവിടെ. ഉണ്ടോ? ഊഞ്ഞാലാടുന്ന സെറ്റപ്പ് ഉണ്ട്. അവിടെയൊക്കെ ഓരോ ടൈപ്പ് ഊഞ്ഞാലാണ്. ഒന്ന് ആ ടൈപ്പ്, പിന്നൊന്ന് ഈ ടൈപ്പ്, പിന്നെ ഈ ടൈപ്പ് ഉണ്ട്. പിന്നെ രണ്ടാൾക്കാർ ഒരുമിച്ച് കയറിയിട്ടുള്ള, പിന്നെ ചെറിയ കുട്ടികളുള്ള. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാണിത്. അടുത്ത ഗെയിം ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. വടിമ കൊള്ളിക്കാൻ വേണ്ടി. ഓക്കെ. എത്ര ആണോ? 7 ഉണ്ടാവും. ഏം കൊള്ളിക്കണോ? ശക്തിയിൽ പറഞ്ഞോ. മേലല്ല താഴെ. അതിനിട്ടറിയണം. ശക്തിയിലൊരു എയർ ഒന്ന് ഞാനറിയാം. ഇതിൽ തന്നെ അറിയണം. ഒന്ന് ഞാൻ തമിഴിലിട്ടു. എത്ര ആക്കണ്ടേ? 7 വേണം. കാണില്ല. ഇതാരറിയുന്ന ആര് ലാസ്റ്റിലത്തെ? റെഡി 1 2. 2 വീണ്. ഞാൻ 2 എറിഞ്ഞ്. പക്ഷെങ്കിൽ നമുക്ക് 7 തരിക, 7 ഇടണം. എന്നാലാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടത്തുള്ളൂ. ഇതവിടെയുള്ള ഗിഫ്റ്റ് നമുക്ക് അതിനൊന്ന് കിട്ടും കളിച്ചാൽ. നമ്മൾ റിട്ടേൺ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ മേലെ കൂടി പോയിട്ട് റിട്ടേൺ ഇതുവഴി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച ഏരിയ ആണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലമായത് ഉണ്ടോ? നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ച സ്ഥലമാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മളേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നമുക്കറിയില്ല. വന്നത് കറക്റ്റാണോ, നമ്മളെ റൂട്ട് കറക്റ്റാണോ എന്നുള്ള അറിയില്ല. ഡാൻസർ വേറെ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഏതാണ് പ്രോഗ്രാം എന്ന് അറിയില്ല. എന്ത് പ്രോഗ്രാമാണ് നടത്തുന്നത് അറിയില്ല. നോക്കാം നമുക്ക് ആ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇവരുടെ പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാവരും മാക്സിമം കൈയടിച്ച് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും നമ്മുടെ അക്രോബാറ്റിക് ടീമിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് ഓൾ ഓഫ് യു.
സെൻറ്റർ കിട്ടും.
പെർഫോമൻസും ഉണ്ടായിരിക്കുന്നതാണ്. ഇവരുടെ മെഗാ ഷോ കൃത്യം 6:30 മണിക്ക് ആംഫി തിയേറ്ററിൽ മെയിൻ സ്റ്റേജിൽ വെച്ചിട്ട് നടക്കും. അപ്പൊ എല്ലാവരും പ്രോഗ്രാം അവർ ഗെയിം കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഗെയിം ഇവിടെ ഭയങ്കര സൗണ്ടാണ്, എൻ്റെ സൗണ്ട് കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഗെയിം കളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ജയിക്കണേ, സമ്മാനം ഉണ്ടാ? ൊരു സാധനമാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. വളരെ കെയർഫുൾ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മറ്റൊന്നല്ല, സേഫ്റ്റി പിൻ എടുത്തിട്ടിരിക്കുക. ഒട്ടും ശ്രദ്ധിക്കില്ല കേട്ടോ. സേഫ്റ്റി പിൻ, സേഫ്റ്റി പിൻ. അത് നല്ല കൈ കൊടുക്കും. നിങ്ങൾ ആരും ഓടുന്നത് കേട്ടോ. ഇതിന് രണ്ടുപേര് മാത്രം ഓടിയാൽ മതി. പ്രോപ്പർട്ടി ഇതാണ്. ഒന്നാമത്തത് 5 രൂപയുടെ കോയിനും കൂളിംഗ് ഗ്ലാസും ക്യാപ്പും. 5 രൂപയുടെ കോയിന് കൂളിംഗ് ഗ്ലാസ് ക്യാപ്പ്. ഒന്നെടുത്ത് ഒന്ന് കാണിക്കാമോ? നല്ല കൈ കൊടുക്കാം കേട്ടോ. ഗുഡ് ട്രൈ. നല്ലോണം കാണിച്ചു തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കാം. വാങ്ങിച്ച സാധനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചേൽപ്പിക്കുക. അടുത്തത് പറയട്ടെ, ചെറുതോ ആയ ചെരുപ്പ് എടുത്തിരിക്കുക. നിങ്ങളെക്കാൾ വലുതോ ചെറുതോ ആയ ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പ്. ഇവിടെ കച്ചവടം നടത്താനും കേട്ടോ. ഷൂസിന്റെ ചെരുപ്പിന്റെ തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്ത് ടാക്സിനാണോ കൊടുത്തേ കൊടുത്തേ കൊടുക്കട്ടോ. അവിടെ നിൽക്കുന്ന ആളുകൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് പ്ലീസ്. 10 രൂപയുടെ കോയിൻസ്, 10 രൂപയുടെ കോയിൻസ്. വേഗം തിരിച്ചു കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആളുകളുടേതായിരിക്കാം. ഈ പറയുന്ന സാധനം വളരെ സൂക്ഷിച്ച്, വെറുതെ പറയുന്നതല്ല, വളരെ സൂക്ഷിച്ചെടുത്തുകൊണ്ടിരിക്കുക. ഭദ്രമായിട്ട് ഒരു പരിക്ക് പോലും ഏൽപ്പിക്കാതെ തിരിച്ചു കൊടുക്കുക കേട്ടോ. മടിയിൽ വെക്കാൻ പാകത്തിനുള്ള കുട്ടിയെ എടുത്തിട്ടിരിക്കുക. മടിയിൽ വെക്കാൻ പാകത്തിനുള്ള കുട്ടി. ഓക്കെ, തിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് പറഞ്ഞോ പറഞ്ഞോ. ഒരു സാധനം കേട്ടോ. ഒന്നാമത്തത് ജെൻസിന്റെ പേഴ്സും, രണ്ടാമത്തത് ATM കാർഡും. ജെൻസിന്റെ പേഴ്സും ATM കാർഡും എടുത്തിരിക്കും. കേട്ടോ, 2 പേഴ്സൊക്കെ ഉണ്ടോ? ഓക്കെ, തിരിച്ചു കൊടുക്കാം. ആളെ നല്ലോണം കഴിച്ചോട്ടെ. കൈ കുട്ടിയാണ്. ഇത് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചൊരു സാധനമാണ്. നോക്കിയുടെ നെറ്റ് ഫോൺ എടുത്തിട്ടിരിക്കുക. കീപാഡ് ഫോൺ, പണ്ട് കാലത്തുള്ള നെറ്റ് ഫോൺ. ഓക്കെ, ആൾക്ക് കൈഡ് കൊടുക്കേട്ടോ. തിരിച്ചു കൊടുക്കാം. ഫാത്തിമ
മുംതാസ് ആൻഡ് ഫാത്തിമയാണ് ലാസ്റ്റ് റൗണ്ടാണ്. രണ്ടുപേർക്ക് അവസാനത്തെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ പാർക്കിന്റെ പേരെന്താണെന്നറിയോ? പാർക്കിന്റെ പേരെന്താണെന്നറിയോ? ആക്റ്റീവ് പ്ലാനറ്റ്. ഓക്കെ, ആക്റ്റീവ് പ്ലാനറ്റ് പാർക്കിന്റെ സ്റ്റാഫിന്റെ ID കാർഡ് എടുത്തിട്ടിരിക്കുക. ഒന്ന് വേഗം കാട്ടിയില്ലേ? ആക്റ്റീവ് പ്ലാനറ്റ് പാർക്കിലെ സ്റ്റാഫിന്റെ ID. സമ്മതിക്കണം. വളരെ വേഗത്തിൽ കളക്ട് ചെയ്ത് കെട്ടിയിട്ടുള്ളത് രണ്ടുപേരും ഫാത്തിമ അത് മുംതാസിനുള്ള ഗിഫ്റ്റാണ്. കൺഗ്രാജുലേഷൻസ്. ക്ലാപ്പ് കൊടുക്കാം. ഫാത്തിമ സൂപ്പർ ഗെയിം നന്നായിട്ട് കളിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും ചെയ്ത് അങ്ങനെ എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. രാത്രിയായാലും കാക്കുന്നില്ല, രാത്രിയായാലും നല്ല രസമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ലൈറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഗിംബലിൻ്റെ ചാർജൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാവരും വരുന്നുണ്ട്. ഇതാ ഫർവേക്ക് ഉണ്ട്, ബാക്കി ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിനി തിരിച്ച് പോവാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും നിൽക്കാൻ പറ്റും, പക്ഷേങ്കിൽ നമ്മൾ ഇത്ര സമയം നിൽക്കുള്ളൂ. നമുക്ക് ഉമ്മനെ ഇതിൻ്റെ വീട്ടിൽ പോകാണ്ട് അതിന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്താനുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു.